ഹായ് അസ്സലാമു അലൈക്കും. കിസ്സൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ വ്ളോഗൊന്നുമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിന് ലുഗൈമത്തിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഇടുന്നു. അപ്പോൾ ഇന്ന് ലുഗൈമത്തിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് ഗൾഫിലെല്ലാം ഭയങ്കര ഫേമസ്, അറബികൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് ഒരു സ്നാക്സാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ് ഇത്. അപ്പോൾ അറിയാത്ത ആൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത്. ദുബൈയിലെല്ലാം ഗ്ലോബൽ വില്ലേജിലെല്ലാം പോയെങ്കിൽ ഈ അറബി പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് അവർ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബോൾസ് എല്ലാം നല്ല ഇതായിട്ട് വെക്കും, സോഫ്റ്റ് ആവേല. പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ തേന് ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഇത് തിന്നുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇളം ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ച് എടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ലൂസാക്കണ്ട, ഒരു സാധായിൽ ഞാൻ കാണിക്കാം അതെങ്ങനെ. ഇളം ചൂടുവെള്ളം വേണം, നല്ല ചൂടായി പോണ്ട. അപ്പോൾ ഇതൊന്ന് നല്ല പാങ്ങല മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതല്ലേ നല്ല ലൂസാക്കാതെന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ പഞ്ചസാര ഉണ്ട്. നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതാക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുത്തെങ്കിലല്ലേ കുറച്ച് ഒരു 1-2 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കണം. ആ സമയത്ത് പിന്നെയും കുറച്ച് ലൂസാവും. ആ പഞ്ചസാര എല്ലാം മെൽറ്റായിട്ട് ലൂസാവും. അപ്പോൾ നല്ല ലൂസാക്കിയിട്ട് എടുത്തെങ്കിൽ പിന്നെയും ലൂസാവും അത്. അപ്പോൾ ഇതാ ഞാൻ കാണുന്നില്ലേ, ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ ലൂസാക്കിയിട്ട് എടുക്കാം. നമുക്ക് കൈനോട് ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് എണ്ണക്ക് ഇടാൻ പറ്റണം. ആ ഒരു രീതിയിൽ നമ്മൾ ബോൾസാക്കിയിട്ട് കലക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നല്ല പാങ്ങൽ മിക്സാക്കിയിട്ട് ആ ഈസ്റ്റെല്ലാം നല്ല മിക്സായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നല്ല മിക്സായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പിന്നും ഇതാവും. അത് മൂടിയിട്ടല്ലേ 1 അല്ലെങ്കിൽ 2 മണിക്കൂർ, ഇപ്പോൾ 4 മണിക്ക് ആക്കിയെങ്കിൽ 6 മണിയാകുമ്പോൾ ഫ്രൈ ആക്കുക നോമ്പിന്. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നല്ല പൊന്തിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കിയാൽ മതി. വലിയ ബോൾസ് ആക്കണമല്ലോ, നല്ല ബിൽദാന്നല്ല, എണ്ണയിലിട്ടിട്ടാകുമ്പോൾ നല്ല ബിൽദാവും. അപ്പോൾ ഒരു ചെറിയ ബോൾസ് ആക്കിയാൽ മതി. അപ്പോൾ ഒരു നല്ല മീഡിയത്തിൽ കിട്ടും. ഈ ഒരു രീതിയിലാണ് അട ഉണ്ടാവൽ. പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ആക്കണ്ട. പിന്നെ കുറേ നേരം ഉള്ളു വേണം. അപ്പോൾ ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കി മുകളിൽ ഇതായിട്ട് ഇട്ടു ഉള്ളു ബന്ധിട്ടും ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും 2-3 ഏലക്ക ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു ചെറിയൊരു തിക്കാകുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ തിന്നുന്ന സമയത്ത് ആ ഷുഗർ സിറപ്പ് ഇട്ട് എന്നിട്ട് കുറച്ച് ഒരു ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദുബൈയിലെല്ലാം നമുക്കത് ഒരു ഡേറ്റ് സിറപ്പ് ഇട്ട് തരുന്നത്. തേനുണ്ടെങ്കിൽ തേനും ഒഴിച്ച് കൊടുക്കാം. എൻ്റെ തേനുണ്ടായിട്ട് അങ്ങനെ ഞാൻ ഷുഗർ സിറപ്പ് ഇട്ടേ. അപ്പോൾ നല്ല പാങ്ങുണ്ടാവും. എന്നാൽ ചൂട് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഇതുപോലെ തന്നെ വേറൊരു റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.